എല്ലാത്തിലും ഉണ്ട്. ഈ സമ്പൂർണ്ണ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ്, ഒരു കോസ്മിക് എനർജിയാണ് നമ്മുടെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. ആ ഒരു ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എനർജിയിൽ വരുന്ന ഇംബാലൻസ് ആണ്. സോ നമ്മളിവിടെ ഒരു ഡിവൈൻ എനർജി കൊടുത്തിട്ട് ആ ബാലൻസിങ് ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വീണത് പൊട്ടി, നമ്മൾ എത്ര വലിയ ഗ്ലൂ വെച്ചത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും പഴയ പോലെ അതാവില്ല. കാരണം അത് കഴിഞ്ഞു. അതേ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആ പളുങ്ക് പാത്രത്തിനെ നമ്മൾ ഡെയിലി തുടച്ച് വൃത്തിയാക്കി അതിനെ സൂക്ഷിച്ചു വെച്ചാൽ അത് ഫ്യൂച്ചറിലും അത് നല്ല വെട്ടി തിളങ്ങിയിട്ട് അവിടെ ഉണ്ടാവും. ഹൈറ്റാന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും പൈസ ചോദിച്ച് വരുന്നൊരു അവസ്ഥ. ഈ അവസ്ഥയിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് ഉറങ്ങാന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. ഏറ്റവും നല്ല കുട്ടിയാക്കി മാറ്റുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു തിരിച്ചുവരവൊക്കെ വന്നപ്പോൾ അവർക്ക് വിശ്വാസമായല്ലോ നമ്മുടെ അടുത്ത് ഈ എനർജിയിലൊരു സത്യം ഉണ്ടെന്നും വേദനകളൊന്നും ഇല്ലാണ്ട് ഈശ്വരൻ തന്നെ നമുക്ക് നേരിട്ട് വന്ന് ഹീലിംഗ് തരുന്നൊരു പ്രോസസ്സ് പോലെയാണ് റേക്കി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് മുകളിലേക്കാണ്, അത് താഴ്ന്നിട്ടില്ല. പിന്നെ അത് ഫൈനാൻഷ്യലി ആണെങ്കിൽ പോലും എൻ്റെ കോൺഫിഡൻസ് വർദ്ധിച്ചു. ഞാൻ വളരെ ഷൈ ആയിട്ടുള്ളൊരു ആളായിരുന്നു. പിന്നെ ഇമോഷണലി ഭയങ്കര വീക്കാണ് ഞാൻ. ഇനി എന്ത് ചെയ്യും എന്നറിയാണ്ട് നിന്നപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ക്ലയൻസ് ഇങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. എൻ്റെ ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് 8,000 റുപ്പീസാണ് റേക്കിയിൽ വന്നപ്പോൾ. ഓരോരാളുടെ അടുത്ത് ഞാൻ വളരെ ചെറിയ പൈസ വാങ്ങിയിട്ട് ഹീലിംഗ് ചെയ്യുന്ന ആളാണ്. റേക്കി സ്വന്തം ജീവിതത്തിൽ തന്നെ അത്ഭുതം എന്തായിരുന്നു? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റേക്കി മാസ്റ്റർ ടീച്ചറായിട്ടുള്ള ശ്രുതിയാണ്. നമസ്കാരം മാം. നമസ്കാരം മാം. റേക്കി പലതരത്തിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹീലിംഗ് ടെക്നിക്കാണ് റേക്കി. യഥാർത്ഥത്തിൽ എന്താണ് റേക്കി? റേക്കി എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ജാപ്പാനീസ് വേർഡാണ്. റേ എന്നും കീ എന്നുള്ള 2 വേർഡാണ്. റേ എന്നാൽ യൂണിവേഴ്സൽ, കീ എന്നാൽ ലൈഫ് ഫോഴ്സ് എനർജി, അതായത് പ്രാപഞ്ചിക ജീവശക്തി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ദൈവം എന്നൊക്കെ വിളിക്കുന്ന അതേ എനർജി തന്നെ. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സോൾ എന്ന് പറയുന്ന അതേ സെയിം എനർജി തന്നെയാണ് റേക്കി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു എനർജി ഇപ്പം എല്ലാവരിലും റേക്കി ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഈ സമ്പൂർണ്ണ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ്, ഒരു കോസ്മിക് എനർജിയാണ് നമ്മുടെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. അതിൽ ഫെമിനൻ എനർജിയും മാസ്കുലിൻ എനർജിയും ഉണ്ട്. സോ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഈ കോസ്മിക് എനർജി എന്ന് പറയുന്നത്. ഇതേ കോസ്മിക് എനർജിയാണ് ഞാൻ ഈ പറയുന്ന റേക്കി എന്ന് പറയുന്നത്. സോ എല്ലാവരിലും ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മളൊരു റേക്കി ചാനലാവുന്ന സമയത്ത് നമ്മളിലേക്ക് ആ കോസ്മിക് എനർജി കൂടുതലായിട്ട് പ്രവഹിക്കാൻ തുടങ്ങും. സോ ഒരു റേക്കി ഹീലർ എന്ന് പറയുമ്പോൾ അയാളുടെ ബോഡിയിലൂടെ ഈ എനർജി പാസ് ചെയ്തിട്ടാണ് വേറൊരാളിലേക്ക് എത്തുന്നത്. ഈ സയന്റിഫിക് ടേംസ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്, റേക്കി കൊണ്ട് അത്ഭുതങ്ങൾ സാധ്യമാണ്? ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാണെങ്കിൽ സാധ്യമാകും. എങ്ങനെയാണ്? കാരണം നമുക്ക് റേക്കി എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അതൊരു പ്രാപഞ്ചിക ജീവശക്തിയാണ്, അതൊരു എനർജിയാണ്. സോ എനർജിക്ക് ബാരിയേഴ്സ് ഇല്ല, തടസ്സങ്ങളില്ല. ഈ എനർജി എന്ന് പറയുന്നത് ഹൈലി കോൺഷ്യസ്നെസ് ഉള്ളൊരു എനർജിയാണ്, ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഒരു ഹീലറുടെ തോട്ട് അനുസരിച്ചിട്ട് ഈ എനർജി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മളടുത്തൊരു ഹീലി പറയുമ്പോൾ ഒരു ക്ലൈൻറ്റ് നമ്മളടുത്ത് വരുമ്പോൾ മേ ബി അവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, ഹെൽത്ത് ഇഷ്യൂസ് ആവാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം. ഈവൻ ഏറ്റവും കുഞ്ഞു കാര്യം പറയാമെന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് പോലും ഏത് കാര്യത്തിലേക്ക് നമുക്ക് റേക്കി കൊടുക്കാം. കാരണം അവിടെ എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? ആ ഒരു ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എനർജിയിൽ വരുന്ന ഇംബാലൻസ് ആണ്. സോ നമ്മളിവിടെ ഒരു ഡിവൈൻ എനർജി കൊടുത്തിട്ട് ആ ബാലൻസിങ് ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ആ എവിടെയാണോ പ്രോബ്ലം ഉള്ളത്, എവിടെയാണ് ഇംബാലൻസ് ആയിട്ടുള്ളത്, അവിടെ എക്സ്ട്രാ ഒരു എനർജി നമ്മൾ കൊടുത്തിട്ട് അവിടെ ബാലൻസ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് മേ ബി ഒരു ഓർഗനിലേക്കാവാം. ഈ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്, ഫിസിക്കലി ഉള്ളതുണ്ട്, മെൻ്റലി ഇമോഷണലി ഒക്കെ വരും. ഇതിലേക്കൊക്കെ നമുക്ക് കൊടുക്കാം. കാരണം ഇതെല്ലാം നമ്മുടെ ഓറ കണക്റ്റഡ് ആണ്. സോ ഓറ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് മെൻ്റലി ആണ് പ്രോബ്ലം വരുന്നതെങ്കിൽ അയാളുടെ മെൻ്റൽ ഓറ വീക്കായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനർജി ആയതുകൊണ്ടും അതിന് ബാരിയേഴ്സ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അയാളുടെ മെൻ്റൽ ഓറയിലേക്ക്
റേക്കി കൊടുക്കാം. സോ അയാളെ മാനസിക തലത്തിനെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. ഇനി ഇമോഷണലി ഇപ്പം ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എല്ലാവരും വിചാരിക്കും ഇപ്പോഴാണ് നമ്മൾ ഈ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ കൂടുതലായിട്ട് കേട്ട് തുടങ്ങുന്നത്. ആക്ച്വലി എന്താണ് ആങ്സൈറ്റി, എന്താണ് ഡിപ്രഷൻ? ആങ്സൈറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ആലോചിച്ചിട്ടുള്ള ചിന്തകളാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ടെൻഷനാണ് ആങ്സൈറ്റി. നേരെ ഓപ്പോസിറ്റാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് പാസ്റ്റിനെ പറ്റി ആലോചിച്ചിട്ടുള്ള ആകുലതയാണ്. അപ്പം നമ്മൾ റേക്കിയിലേക്ക് വരുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രസൻറ്റ് മൊമെൻറ്റ്, ഈ നിമിഷത്തെ നിങ്ങൾ എൻജോയ് ചെയ്യുക. കഴിഞ്ഞു പോയതിനെ പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പം ഡിപ്രഷൻ്റെ ആവശ്യം നമുക്ക് സത്യത്തിൽ വേണ്ട. അതിങ്ങനെ ആലോചിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഡിപ്രഷനിലൂടെ നമ്മുടെ ഓർഗൻസ് എല്ലാം വീക്കാവും. അത് ഇമോഷണലി പോയി അത് മെൻ്റലി കണക്റ്റഡായി നമ്മുടെ ഫിസിക്കലി കണക്ഷൻ വരും. അതേപോലെ തന്നെയാണ് ആങ്സൈറ്റി, നമ്മുടെ ഓർഗൻസിനെ ബാധിക്കും. ആങ്സൈറ്റിയിൽ സംഭവിക്കുന്നത് സെയിം കാര്യമാണ്. അവിടെ നമ്മൾ എനർജി കൊടുത്ത് അതായത് ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ എനർജി കൊടുക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം കുളമാവും. നമ്മുടെ പ്രസൻറ്റും പോയി കിട്ടും, നമ്മുടെ ഫ്യൂച്ചറും പോയി കിട്ടും. പാസ്റ്റ് ഓൾറെഡി പോയി, ഡിപ്രഷൻ അടിച്ചിട്ടും ഓൾറെഡി അത് കഴിഞ്ഞല്ലോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഡിയെ ഒരു എന്താ പറയുക, ഒരു പളുങ്ക് പാത്രമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് വീണത് പൊട്ടി. നമ്മൾ എത്ര വലിയ ഗ്ലൂ വെച്ചത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും പഴയ പോലെ അതാവില്ല. കാരണം അത് കഴിഞ്ഞു. അതേ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആ പളുങ്ക് പാത്രത്തിനെ നമ്മൾ ഡെയിലി തുടച്ച് വൃത്തിയാക്കി അതിനെ സൂക്ഷിച്ച് വെച്ചാൽ അത് ഫ്യൂച്ചറിലും അത് നല്ല വെട്ടിത്തിളങ്ങിയിട്ട് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മൊമെൻറ്റിനെ എൻജോയ് ചെയ്താൽ മതി. ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ മതി, നമ്മുടെ ഫ്യൂച്ചർ സൂപ്പർ ആയിക്കോളും. ഈ റേക്കി പഠിക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം അനുഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഓരോ ടെക്നിക്കിലേക്ക് പോകുന്നത്. പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ പലപ്പോഴും നമ്മൾ പല ഇടങ്ങളിലും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു മാം റേക്കിയിലേക്ക് വന്നത്? ആക്ച്വലി അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് റേക്കിയിലേക്ക് ഞാൻ വന്നതല്ല, റേക്കി എന്നിലേക്ക് വന്നതാണ്. കാരണം രാഹുൽ ചോദിച്ചതുപോലെ ഈ ഒരു സ്റ്റോറി ഞാൻ ഒട്ടുമിക്ക ഇപ്പം ഈ ഫീൽഡിൽ വന്നപ്പോൾ നമുക്ക് ഒരുപാട് റേക്കി ഹീലേഴ്സിനെ അറിയാമല്ലോ. അപ്പോൾ ഇവരിലെല്ലാവരിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി ഇങ്ങനെ, ഒന്നുകിൽ ഇവർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു പ്രണയം ബ്രേക്കപ്പായി അങ്ങേയറ്റം നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷനൊക്കെ അടിച്ച് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ആയിട്ട് വന്നവരൊക്കെയാണ് റേക്കിയിലേക്ക് വരുന്നത്. പക്ഷെ എനിക്കിതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എനിക്കിതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ സത്യത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷത്തിന് ശേഷം ഞാൻ വീടെടുത്ത് മാറുകയാണ്. വീടെടുത്ത് മാറിയത് സൂര്യഭഗവാന്റെ മണ്ണിലാണ്, കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, തലശ്ശേരി കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടെടുത്ത് ഞാൻ മാറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം പെട്ടെന്നൊരു ഹൗസ് വാമിങ് കഴിഞ്ഞാലുള്ളൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിളിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരും ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ സിബ്ലിങ്സും പുള്ളിയുടെ സിബ്ലിങ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ഫൈനാൻഷ്യലി ഞങ്ങളങ്ങ് ടൈറ്റായെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും പൈസ ചോദിച്ച് വരുന്നൊരു അവസ്ഥ. ഈ അവസ്ഥയിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് ഉറങ്ങുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. ഉറക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള ഞാൻ രാവിലെ 4:30 എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഒരു നമ്മൾ റൂട്ട് തിരിച്ചു വിടുക എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് എന്നെ അതിന് പാകമാക്കി എന്ന് വേണം പറയാൻ. ഞാൻ കറക്റ്റ് 4:30 ആകുമ്പോൾ അലാറം വെച്ച് എഴുന്നേൽക്കുക. ഞാൻ ഭയങ്കര ശിവഭക്തയാണ്, അതോടെ എടുത്ത് പറയാം. അപ്പം എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഭഗവാനെ കണ്ടിട്ട് ബാക്കിയുള്ള ആളെ കണ്ടാൽ മതി. വലിയ ശിവനുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അവിടെ കയറി, മീൻസ് അവിടെയാണ് ഞാൻ ഇരിക്കുക ഭഗവാന്റെ അടുത്ത്. അവിടെ ഇരുന്ന് ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ചെയ്ത മെഡിറ്റേഷൻ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഇരുന്ന് 4:30 എഴുന്നേൽക്കുന്നു, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു. കറക്റ്റ് ഒരു 1 month ഞാൻ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഹീലിംഗ് എന്ന് എന്നെ എഴുതി കാണിച്ചു. ഇംഗ്ലീഷിലാണ് എഴുതി കാണിച്ചത്. ഇന്നും എൻ്റെ മൈൻഡിലതുണ്ട്. ഹീലിംഗ് എന്ന് എഴുതി കാണിച്ചപ്പോൾ ഇതെന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ സാധാരണ ഗൂഗിളിനോടാണല്ലോ ചോദിക്കുക. അങ്ങനെ ഞാനും ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്താണ് ഹീലിംഗ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഫ്രണ്ടിൽ വന്നത് റേക്കി ഹീലിംഗ് എന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത് മീൻസ് കാണുന്നത്, അന്ന് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എന്താണ് റേക്കി ഹീലിംഗ്. ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയി. കാരണം ഞാൻ കാണുന്ന ഇമേജസ് ഒക്കെ
കൈവയ്ക്കുന്നു, ഒരു വൈറ്റ് ഡിവൈൻ എനർജി പോകുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വേദനകളില്ല, തുന്നിക്കെട്ടലും മുറിച്ചുകൊട്ടും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഹീലിംഗ് സ്വീകരിക്കുന്ന ആൾക്കും സന്തോഷം, ഹീലിംഗ് കൊടുക്കുന്ന ആൾക്കും സന്തോഷം. വളരെ പുണ്യവത്തായ ഒരു കാര്യം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിത് കൊള്ളാം, ഇതെന്താണെന്നൊന്ന് അറിയണം, ഇതൊന്ന് പഠിക്കണം തോന്നി. അങ്ങനെ ഞാൻ റേക്കിയിലേക്ക് വന്നു. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ഡോക്ടർ വിനോബ് ജയപാലാണ്. അപ്പം സാറിൻ്റെ അടുത്താണ് ഞാൻ എത്തുന്നത്. അതിനു മുന്നേ ഞാൻ റേക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാമിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റും സെക്കൻഡും ഒരുമിച്ചാണ് ഞാൻ ദീക്ഷ എടുത്തത്. ദീക്ഷ എടുത്ത് ഞാൻ 3rd ലെവലിൽ ചോദിച്ചപ്പോൾ മാമിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യം, ശ്രുതിയുടെ എനർജി ഞാൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ യോഗ്യയല്ല, നിങ്ങളുടെ അടുത്ത് പാകമായ ഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾ എത്തും എന്നാണ് പറഞ്ഞത്. ദെൻ 3 days കഴിഞ്ഞിട്ടാണ് ഞാൻ വിനോബ് സാറിൻ്റെ അടുത്ത് എത്തുന്നത്. അതും വളരെ യാദൃശ്ചികമായിട്ടാണ് എത്തുന്നത്. കാരണം എൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എൻ്റെ ഭഗവാനാണ്. ഞാൻ എൻ്റെ എല്ലാം പറയുന്നതും അവിടെയാണ്. അപ്പം ഞാൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞത്, എനിക്കിത് പഠിക്കണം. എന്തിന് പഠിക്കണം, ഇത് പ്രൊഫഷൻ ആക്കണം എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്കിത് പഠിക്കണം. അപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു. വളരെ അന്നും ആ സമയത്ത് സാറ് കോഴിക്കോടുണ്ടെന്ന് പറയുകയും എനിക്ക് അടുത്ത കോഴിക്കോടാണ്. ഞാൻ നേരിട്ട് പോയി ദീക്ഷ എടുത്തു. അത് എൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ദീക്ഷ നമ്മൾ നേരിട്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, വളരെ ദൈവികമായിട്ടൊരു പ്രോസസ്സാണ്. അപ്പോൾ ദീക്ഷ എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് 2nd day തൊട്ടിട്ട്, December 2nd ഞാൻ ദീക്ഷ എടുക്കുന്നത്. December 4th തൊട്ടിട്ട് എനിക്ക് ക്ലയൻസ് ഉണ്ട്. അതെങ്ങനെ എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. കാരണം അന്ന് ഞാൻ ചാനലിലൊന്നും ഇത്ര വിപുലമായിട്ടുള്ള, ജസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയ ഹീലിംഗ് എന്ന് പറയുന്നത് ആങ്സൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് വന്നത്, ആങ്സൈറ്റി ആയിട്ട് വന്നത്. അപ്പോൾ ആൾക്ക് ഞാൻ ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ്, ഞാൻ എല്ലാം ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ് ചെയ്യുന്നത്. ഏതോ ഒരു ദൂരത്തിരുന്ന് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നിന്നാണ് ആൾ വന്നത്. അപ്പം ആൾക്ക് ഞാൻ ഹീലിംഗ് കൊടുത്തു. അതിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ ബെറ്റർ ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി. ഇത് വർക്കാവുന്നുണ്ട്, ഇത്രയും ദൂരത്തുനിന്നാണ് ചെയ്യുന്നതെങ്കിലും ഇത് വർക്കാവുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക് അടുത്തത് വന്നു, നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വീണ്ടും വന്നു. അപ്പോൾ എന്നെ ഇതിലേക്ക് നമ്മളൊരു നിയോഗം പോലെ എത്തിപ്പെടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞാൻ അതിലേക്ക് എത്തി. എനിക്ക് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഫെഡറൽ ബാങ്കിൽ എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് വന്നതാണ്. അപ്പം അത് വേണ്ടാന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു ആളുകൾ കൂടുതലും വന്നത്? യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെയായിരുന്നു? യൂട്യൂബ്, പിന്നെ സീതാറാം എന്ന് പറഞ്ഞ ചാനലിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളടുത്ത് ഹീലായിട്ട് പോണ ആൾക്കാരുണ്ടാവുമല്ലോ, വർഷങ്ങളായിട്ടുള്ള വേദനകളും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വന്നിട്ട് ഒരിക്കലും നന്നാവില്ല എന്ന് വിചാരിക്കണ ഭർത്താവ് നന്നായി പോവുക, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് നിന്ന് മദ്യപാനാണ് ഞാൻ പറയണത്. അപ്പം അതിൽ നിന്ന് പൂർണ്ണമായ തിരിച്ചു വരവ്, ഏറ്റവും നല്ല കുട്ടിയാക്കി മാറ്റുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു തിരിച്ചു വരവൊക്കെ വന്നപ്പോൾ അവർക്ക് വിശ്വാസമായല്ലോ നമ്മുടെ അടുത്ത് ഈ എനർജിയിലൊരു സത്യം ഉണ്ടെന്നും വേദനകളൊന്നും ഇല്ലാണ്ട് ഈശ്വരൻ തന്നെ നമുക്ക് നേരിട്ട് വന്ന് ഹീലിംഗ് തരുന്നൊരു പ്രോസസ്സ് പോലെയാണ് റേക്കി എന്ന് പറയുന്നത്. റേക്കി സ്വന്തം ജീവിതത്തിൽ തന്നെ അത്ഭുതം എന്തായിരുന്നു? ഞാനിതേ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഹൗസ് വാമിങ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെഡിറ്റേഷനിലോട്ട് വരുന്നത്. മെഡിറ്റേഷനിൽ വന്ന് ഞാൻ റേക്കി എടുത്ത്, പിന്നെ എൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് മുകളിലേക്കാണ്, അത് താഴ്ന്നിട്ടില്ല. പിന്നെ അത് ഫൈനാൻഷ്യലി ആണെങ്കിൽ പോലും എൻ്റെ കോൺഫിഡൻസ് വർദ്ധിച്ചു. ഞാൻ വളരെ ഷൈ ആയിട്ടുള്ളൊരു ആളായിരുന്നു. പിന്നെ ഇമോഷണലി ഭയങ്കര വീക്കാണ് ഞാൻ. അടുത്തിരിക്കണ ചേട്ടൻ കരഞ്ഞാൽ ഞാൻ കരയും. എനിക്ക് അത്രയും അങ്ങനെ ഒരു കാര്യമില്ലാണ്ട് പോലും വേറൊരാളൊരു പ്രശ്നം വന്നാൽ അത് എനിക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു. മെൻ്റലി ഞാൻ വളരെ ഡൗൺ ആയിരുന്നു. ഫിസിക്കലി വലിയ പ്രശ്നം വന്നിട്ടില്ല, പക്ഷെ ഇത് രണ്ടും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഫൈനാൻഷ്യലി ഞങ്ങൾ കംപ്ലീറ്റ്ലി ലോക്കായി. ആ സമയം പുള്ളിയുടെ മാത്രം വരുമാനമാണ്. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. അപ്പം സാധാരണ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ്, ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിക്കുക അവർ. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോകുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ റേക്കിലേക്ക് വരുന്ന ആ മൊമെൻറ്റിൽ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നറിയാണ്ട് നിന്നപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ക്ലയൻസ് ഇങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. എൻ്റെ ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് 8,000 rupees റേക്കിയിൽ വന്നപ്പോൾ. ഓരോരാളുടെ അടുത്ത് ഞാൻ വളരെ ചെറിയ പൈസ വാങ്ങിയിട്ട് ഹീലിംഗ് ചെയ്യുന്ന ആളാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വാല്യൂ മനസ്സിലാക്കി. കാരണം
അത്രയും ബുദ്ധിമുട്ടിലെത്തി ഒരുപാട് ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയിട്ടും രക്ഷപ്പെടാണ്ട് നമ്മളെ അടുത്ത് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പം ചെറിയ പൈസയ്ക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് ആദ്യം കിട്ടിയ 8,000 റുപ്പീസ് വെച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് ലെവൽ എടുക്കുന്നത്. കാരണം എനിക്ക് വേറെ പൈസ ഇല്ല, വരുമാനം വേറെ ഇല്ല. പുള്ളിയുടെ വലിയൊരു എമൗണ്ട് ഞങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ പോവാണ്. അപ്പോൾ ആ 8,000 കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് മന്ത് എൻ്റെ കയ്യിൽ വരുന്നത് 15,000 പിന്നെ അത് 23,000 ആയി, പിന്നെ അത് 40,000 ആയി, പിന്നെ ഒറ്റക്കയറ്റം നേരെ 1 ലാഖിലേക്കാണ്. അതെന്ന് വെച്ചാൽ റേക്കി മാത്രമാണ്, വേറെ ഒന്നുമില്ല. വേറെ എക്സ്ട്രാ വരുമാനങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ വേറെ ജോലിയൊന്നും നോക്കുന്നില്ല. ഞാനിതിൽ കൂടുതൽ ഇതിലേക്ക് തന്നെയായി. ഒരു ദിവസം തന്നെ 14 ഹീലിംഗ് ഒക്കെ ചെയ്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. അതും അസുഖങ്ങൾ തന്നെ, മെയിനായിട്ട് അസുഖങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ഉണ്ട്, ഫൈനാൻഷ്യൽ കാര്യത്തിനുള്ളതുണ്ട്, പിന്നെ പല നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക് പോലുള്ള പ്രശ്നങ്ങൾ, ഈവൻ ചെറിയ കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഓവർ ഹൈപ്പറായിട്ട് വരുന്ന കുട്ടികൾ, ബിഹേവിയറിൽ വരുന്ന പ്രോബ്ലംസ്, സംസാരിക്കാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്.